ഇന്നത്തെ ക്ലാസ് വരുന്നത് ഞാനൊരു ഡിസൈൻ ഉണ്ടാക്കാൻ പോണത്. ഇന്ന് നമുക്ക് ഫ്രിൽസ് വരക്കാം. ഫ്രിൽസ് വരച്ചിട്ട് അത് നമുക്ക് ഞാനിപ്പോൾ വരക്കണ പോലെ തന്നെ വീഡിയോ കാണുന്ന പോലെ തന്നെ പെറ്റൽസ് വരക്കാം. പെറ്റൽസ് വരക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രിൽസുമ തട്ടിച്ച് ഒരു പെറ്റൽസ് വരച്ചിട്ട് ആ പെറ്റൽസിൻ്റെ മേലേന്ന് പെറ്റൽസ് എടുത്തിട്ട് ഇറക്കാം. അങ്ങനെ കേട്ടോ എന്താ പറയുക, ഇതൾ കൊടുക്കേണ്ടത്. ഇതളിനാണ് പെറ്റൽസ് എന്ന് പറയണത്. അപ്പോൾ നമുക്ക് അതിനൊപ്പം തന്നെ ഒരു ഫ്രിൽസ് കൂടി വരച്ചിട്ട് ഫ്ലവർ വരച്ചെടുക്കാം കേട്ടോ. റോസ് ആണ് നമ്മൾ വരച്ചേക്കുന്നത്. ഇതുപോലെ തന്നെ വരച്ചെടുക്കാം. बुलावे तुझे आज मेरी गलियां, बसाऊं तेरे संग मैं अलग दुनिया, ना आए कभी दोनों में जरा भी फासले, बस एक तू हो एक मैं हूँ और कोई ना, है मेरा सब कुछ तेरा तू समझ ले, तू चाहे मेरे हक की जमीन रख ले, तू सांसों पे भी नाम तेरा लिख दे, मैं जीऊं जब जब तेरा दिल धड़के. രണ്ട് ഫ്ലവേഴ്സിൻ്റെ ഇടയിലായിട്ട് രണ്ട് വീതം ഞാൻ ലീഫ് കൊടുത്തിട്ടുണ്ട്. ആ ലീഫും ഞാൻ ഫ്ലവറും ഒന്ന് തിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ വീഡിയോ കാണുന്ന പോലെ തിക്ക് ചെയ്ത് കൊടുക്കുക. തിക്ക് എന്ന് വെച്ചാൽ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. तुझे यारे आज मेरी गलियां, बसाऊं तेरे संग मैं अलग दुनिया. बुलावे तुझे यारे आज मेरी गलियां, बसाऊं तेरे संग मैं अलग दुनिया, ना आए कभी. നമ്മൾ വരച്ച പോലെ തന്നെ ഒരു ഫ്ലവറും കൂടി ഈ സൈഡിലായിട്ട് വരക്കാം. വരച്ചിട്ട് ഒരു 2 ലീഫും കൂടിയും കൊടുക്കുക. എന്നിട്ടത് തിക്ക് ചെയ്ത് കൊടുക്കുക. ബോർഡറൊക്കെ തിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു സൈഡിലും വരക്കുന്നുണ്ട് ലീഫ്. എന്നിട്ട് നമുക്ക് ബോർഡറിന് തിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം 2 ഫ്ലവേഴ്സിനും ആ ലീഫിനും ചെയ്ത പോലെ തന്നെ ബോർഡറിന് തിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സൈഡ് ഭാഗത്തായിട്ട് ഫ്രിൽസ് വരച്ചിട്ട് അപ്സ് കൊടുക്കുക. അപ്സ് കൊടുത്തിട്ട് ഇതിൽ കാണുന്ന പോലെ തന്നെ ഒരു വലിയ അപ്സ് കൊടുത്തിട്ട് അതൊന്ന് തിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഫ്രിൽസ് വരച്ചിട്ട് അപ്സ് പിന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡിലും കൊടുക്കണ്ട ഒരു ഫ്ലവർ ഇട്ടാ. നടുവിന്ന് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് ഞാൻ നേരക്ക്. ഒന്ന് പാർട്ടീഷൻ്റെ ഇതാണ് 2 സൈഡിൽ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഡിസൈൻ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഇതിലൊരു ഡിസൈൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 2 ഫ്ലവേഴ്സ് വരച്ചില്ലേ അതിൻ്റെ ഇടയിൽ കൂടി ഇതൊരു ലീഫ് തന്നെ കേട്ടോ. ഒന്നിച്ചൊരു കുറച്ച് ലീഫ്സ് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വരക്കാൻ പോണ അതൊരു ലൈൻ ഇട്ടില്ല. ആ ലൈനുമ്പോൾ നമുക്ക് ഇതിനെ വെയിൻസ് ഇങ്ങനെ പറയാം കേട്ടോ. ഇപ്പോൾ വരക്കുന്നതിന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും ചെറിയ ലീഫ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ലീഫ് പോലത്തെ അതിനെ വെയിൻസ് എന്നാ പറയാം. ഇങ്ങനെ ലൈൻ വരക്കുമ്പോൾ ഇതിനെ വെയിൻസ് എന്നാണ് പറയാം. അത് വരച്ചു കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡിൽ നിന്നും
രണ്ട് സൈഡിലും വരക്കണത് ഒരേപോലെ ഇരിക്കണം, എന്നാലേ കാണാൻ വൃത്തി ഉണ്ടാവുള്ളൂ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ലൈൻസും ഫുള്ളായിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. ഈ വെയിൻസ് വിരലിൻ്റെ അറ്റം വരെ കൊടുക്കാം കേട്ടോ. ഇത് ബാക്ക് ഹാൻഡ് ഡിസൈൻ ഇട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്തെത്തുമ്പോഴൊന്ന് തൊപ്പിയാക്കിയിട്ട് കൊടുക്കണത് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ആ ലൈൻ മുട്ടിച്ചിട്ട് വെയിൻസ് ഫുള്ളാക്കി കൊടുക്കാം കേട്ടോ. कभी दोनों में जरा भी फासले, बस एक तू हो एक मैं हूँ और कोई ना है, मेरा सब कुछ तेरा तू समझ ले, तू चाहे मेरे हक की जमीन रख ले, तू सांसों पे भी नाम तेरा लिख दे, मैं जीऊं जब जब तेरा दिल धड़के. നമുക്കിനി ഇതിന് രണ്ട് സൈഡിലായിട്ടും കറവലയും പോലെ ഒന്നിച്ച് കറവലയും ഇങ്ങനെ റാ പോലെ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്തും കൊടുക്കാം. പക്ഷെ ഇപ്പുറത്ത് അധികം സ്ഥലമൊന്നും ഇല്ല എൻ്റെ ഹാൻഡ് മേല്. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്തായാലും കൈമേലും അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിൽ കറവലയും കൊടുക്കാണ്ട് ഡബിൾ ലൈൻ കൊടുത്ത് തിക്ക് ചെയ്ത് ഒരു ലൈൻ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ കൈമ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ചെയ്യാം കേട്ടോ. അങ്ങനെ വരച്ചിട്ട് അതൊന്ന് തിക്ക് ചെയ്തതിന് ശേഷം ലൈൻ ഇട്ട് കൊടുക്കണം അതിൻ്റെ അപ്പുറത്തിട്ടോ. बुलावे तुझे यारे आज मेरी गलियां, बसाऊं तेरे संग मैं अलग दुनिया. തള്ളവരലിൻ്റെ ചൂണ്ടവരലിൻ്റെ ആ ഭാഗത്ത് നമുക്ക് ഗ്രിഡ്സ് ഡിസൈൻ യൂസ് ചെയ്യാം. അപ്പം അതിനുവേണ്ടി ലൈൻസുകളൊക്കെ കൊടുക്കുക. അതിന് ലൈൻസ് വരച്ചിട്ടുണ്ട് ഒരു സൈഡിലേക്ക് ആക്കിയിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സൈഡിലേക്കും ലൈൻസ് കൊടുക്കുക. ഈ ഗ്രിഡ്സ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്. ആദ്യം കള്ളി വരച്ചതിന് ശേഷം കള്ളിര് മൂലഭാഗം ഉണ്ടാവുമല്ലോ, നമ്മളെ ലൈൻസ് 4 കൂട്ടിമുട്ടുന്ന ഭാഗത്ത് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനവിടെ തന്നെ ഗ്രിഡ്സ് ഡിസൈനിൻ്റെ ഭാഗം. बुलावे तुझे यारे आज मेरी गलियां, बसाऊं तेरे संग मैं अलग दुनिया. നമ്മളിപ്പുറത്തെ സൈഡിൽ ചെയ്യുന്ന ഡിസൈന് മാതിരി വരച്ച ഫ്ലവർ ഇല്ല, ആ ഫ്ലവർ വരച്ചിട്ട് ആ വിരലുമ്മലും 2 വിരലുമ്മലും ആ ഒരു ഭാഗത്തും ഈ ഒരു ഫ്ലവർ വരച്ചിട്ട് ബോർഡർ ആദ്യം തിക്ക് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് വേണം ഫുള്ളായിട്ട് തിക്ക് ചെയ്ത് കൊടുക്കാൻ. ഞാൻ ആദ്യം ബോർഡർ തിക്ക് ചെയ്ത് കൊടുത്തുനിന്നാണ് തിക്ക് ചെയ്ത് വരുന്നത്. ബോർഡർ തിക്ക് ചെയ്തതിന് ശേഷം ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ബോർഡർ തിക്ക് ചെയ്തതിന് ശേഷം പിന്നെ എന്താ പറയുക ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഉണ്ട് ചെയ്യേണ്ടത്. നമ്മൾ ഡിസൈൻ വരക്കുമ്പോഴൊക്കെ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. കാരണം അല്ലെങ്കിൽ ബോർഡർ തിക്കാണ്ട് ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മെന ഉണ്ടാവില്ല നമ്മൾ ഡിസൈൻ കാണാൻ. बसाऊं तेरे संग मैं अलग दुनिया, ना
आए कभी दोनों में जरा भी फासले, बस एक तू हो एक मैं हूँ और कोई ना है मेरा सब कुछ तेरा तू समझ ले, तू चाहे मेरे हक की जमीन रख ले, तू सांसों पे भी नाम तेरा लिख दे, मैं जीऊं जब जब तेरा दिल धड़के. ഇന്നത്തെ ക്ലാസ് ഇത്ര ഉള്ളൂ കേട്ടോ. അത് നഖത്തിൻ്റെ ഭാഗങ്ങളൊക്കെ പ്ലെയിൻ ആയിട്ട് തന്നെ, അതെന്താ പറയുക, തിക്ക് ചെയ്ത് കൊടുക്കൊന്നും ചെയ്യണ്ട, അതിനതിന് ഭംഗി. ഇന്നത്തെ ക്ലാസ് ഇത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.